ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെ ഫിസിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്ററായ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് തൊട്ട് ഡൈഇലക്ട്രിക്സ് ആൻഡ് പോളറൈസേഷൻ വരെ ഒരു ടോപ്പിക്സ് പഠിക്കാനാണെന്നാണ് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതൊന്ന് പഠിച്ചിട്ട് വരാം. അപ്പം ഞാൻ ടൈമറൊക്കെ വെച്ചിട്ടാണ് ഇപ്പം പഠിക്കാൻ തുടങ്ങുന്നത്. ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ ടൈമർ വെക്കില്ലായിരുന്നു. ഇപ്പോഴാണ് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. ഒരു 30 മിനിറ്റ് ടൈമർ വെച്ചിട്ട് 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക അങ്ങനെ. അപ്പം ഞാൻ എങ്ങനെ പഠിക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം തിയറിയുടെ കൂടെ തന്നെ MCQ കൂടെ പ്രാക്ടീസ് ചെയ്താണ് പോവാറ്. അപ്പം കുറച്ചുകൂടി നല്ലോണം മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാറ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ എടുത്തത് കെമിസ്ട്രി ആയിരുന്നു. കെമിസ്ട്രിയിൽ ഇലക്ട്രോ കെമിസ്ട്രി സെക്കൻഡ് ചാപ്റ്റർ ആയിരുന്നു. ആ ചാപ്റ്റർ ഈ സെയിം മെത്തഡായിരുന്നു. ഞാൻ അതും ഈ തിയറി കോൺസെപ്റ്റ്സ് ഒക്കെ പഠിച്ചതിന് ശേഷം MCQ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഈ ചാപ്റ്റർ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടതുണ്ടായിരുന്നു. ഈ സ്റ്റാർട്ടിംഗ് ഒക്കെ നല്ല ഈസി ആയിരുന്നു. ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ പോയപ്പോൾ ഇത്തിരി കൺഫ്യൂഷൻസ് ഒക്കെ തോന്നിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാവുന്നതല്ലേ. അപ്പം ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതിനുശേഷം ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഫിസിക്സിൻ്റെ ലൈവ് ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ക്ലാസ് നമ്മൾ ആ സെയിം സെക്കൻഡ് ചാപ്റ്റർ ആയിരുന്നു. ഫുൾ ചാപ്റ്റർ ഒന്നും തീർന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അതിൻ്റെ കുറച്ച് ക്ലാസ്സസ് നടക്കുമായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ നേരെ ഒരു രാത്രിയൊക്കെ ആവാം കേട്ടോ. അപ്പോൾ ഞാൻ സോളജി റെക്കോർഡ് എഴുതാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് കുറേ ഉണ്ടായിരുന്നെന്ന്. ഞാൻ കഴിഞ്ഞ ഷോർട്സിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഇതൊക്കെ ഒന്ന് വരയ്ക്കായിരുന്നു. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻസ് ആൻഡ് കാര്യങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കുക. ബൈ ബൈ.